എപ്പോഴും പൊറോട്ടയും ഇറച്ചിയും കഴിക്കുന്ന നമുക്ക് ഇന്നൊരു വെറൈറ്റി കിഴി പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ വാഴയില നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിലേക്കൊരു പൊറോട്ട വെക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് മീറ്റ് വെക്കാം. ഇത് ഞാൻ മട്ടനാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ബീഫ്, ചിക്കൻ ഏത് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് ഒരു പൊറോട്ടയും കൂടെ വെക്കുന്നു. വീണ്ടും നമ്മൾ ഗ്രേവി ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്രേവി ഒഴിക്കുമ്പം നമ്മൾ എല്ലാ സൈഡിലും നന്നായിട്ട് ഗ്രേവി എത്തക്ക രീതിയിൽ നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ. ഇതൊരു ഓപ്ഷണലാണ്. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ കിഴി കെട്ടാൻ പോവുകയാണ്. ഇതിനായിട്ട് വാഴനാരൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കിഴി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് ഞാനിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊരു എണ്ണ നമ്മുടെ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് നമ്മൾ ആവി നന്നായിട്ട് വരുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം. ഇതാണെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ഡിഷായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ ഓതൻറ്റിക് വാഴയിലയുടെ സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമൊക്കെ വരും, നമ്മളൊരു പുതിയ ഡിഷ് കൊടുത്തതായിട്ട്. ഇപ്പം ഞാൻ ഇത് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. നോക്കും, ഇപ്പം ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനി ഞാൻ എടുക്കുകയാണ്, തുറന്ന് നോക്കുവാണ്. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മണമാണ് ഇപ്പം വരുന്നത് കേട്ടോ. വാഴയിലയുടെയൊക്കെ മണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊറോട്ടയും. ഇപ്പം ദാണ്ട ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് ട്രൈ ചെയ്യാം. നിങ്ങളെല്ലാവരും ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണം. എല്ലാവരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.